നമ്മളിപ്പോ ഇന്നലെ വരാൻ പോണ നിയമസഭാ ഇലക്ഷനില് വിജയസാധ്യതയെ പറ്റിയും മറ്റൊക്കെ ഇന്നലെ ചർച്ചയുണ്ടായി. അതിൽ ജോൺസേട്ടൻ പറയുണ്ടായി LDF-ന് ഒരു 68 മുതൽ 78 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന്. UDF-ന്റെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP LDF-ൽ നിന്ന് പിടിക്കുന്ന വോട്ടിന്റെ സാധ്യത അനുസരിച്ചാണ് അവർക്കൊരു വിജയ സാധ്യത എന്ന് പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോ മെയിൻ ആയിട്ട് LDF UDF തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാറ്. തീർച്ചയായിട്ടും BJP-ക്ക് ഒരു 3-4 സീറ്റുകളുടെ ഒരു ഇതാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തില് BJP-യുടെ സാന്നിധ്യം ഈ ഇലക്ഷനെ എങ്ങനെ ബാധിക്കും? അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോ പല ആളുകളും അതിന്റെ അടിയിൽ കമന്റ് ഇടുകയും ആ ഒരു ആശയക്കുഴപ്പമുള്ള പോലെ തോന്നിയിരുന്നു. അതിൽ നമ്മൾ ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാം. ജസ്റ്റ് അതിന് ശേഷം നമ്മൾ ആ പറഞ്ഞ ഇതിലേക്ക് കിടക്കാം. നമ്മൾ കാസർഗോഡ് 5 മണ്ഡലമുള്ളതെന്ന് അതിൽ UDF-ന് 2 സീറ്റ് സാധ്യത, LDF-ന് 2 സീറ്റ് സാധ്യതയുള്ളത്. പിന്നെ ഒരു സീറ്റ് അവിടെ ഒരു ആർക്കും കിട്ടാവുന്ന അവസ്ഥയാണ്. കണ്ണൂർ 11 മണ്ഡലമുള്ളതെന്ന് അതിൽ UDF-ന് 2 സീറ്റും LDF-ന് 5 സീറ്റാണ് ജയിക്കാനുള്ള ചാൻസ് ഉള്ളത്. 4 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ജയിക്കാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റാണ് ഉള്ളത്. അതിൽ UDF-ന് 4 സീറ്റും LDF-ന് 2 സീറ്റാണ് ഉറപ്പായിട്ട് ജയിക്കാനുള്ള ചാൻസ്. പിന്നെ 7 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ജയിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഉള്ളത്. പിന്നെ വയനാട് 3 സീറ്റ്, ആ 3 സീറ്റ് നമ്മൾ UDF-ന് കൊടുക്കുന്നു. പിന്നെ മലപ്പുറം ജില്ലയിൽ 16 സീറ്റുള്ളതെന്ന്. അപ്പോൾ 16 സീറ്റിൽ ഒരു 14 സീറ്റ് UDF-ന് 2 സീറ്റ് LDF-നും സാധ്യത നമ്മൾ കണക്ക് കൊടുക്കുന്നു. പാലക്കാട് 12 സീറ്റാണുള്ളത്. അതിൽ UDF-ന് 2 സീറ്റും LDF-ന് 6 സീറ്റും. ബാക്കി 4 സീറ്റ് ആർക്കും ജയിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. തൃശ്ശൂർ 13 സീറ്റാണുള്ളത്. അതിൽ 6 സീറ്റ് LDF ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. 7 സീറ്റിൽ ആർക്കും ജയിക്കാൻ പറ്റാവുന്നൊരു സാധ്യതയാണുള്ളത്. പിന്നെ എറണാകുളം ജില്ലയിൽ 14 സീറ്റിൽ 9 സീറ്റ് UDF ഉറപ്പായിട്ട് ജയിക്കും എന്ന അവസ്ഥയുള്ളതാണ്. പിന്നെ 5 സീറ്റിലാണ് ഒരു മത്സരം നടക്കുന്നത്. ആലപ്പുഴയിൽ 9 സീറ്റിൽ 1 സീറ്റ് UDF-നും 6 സീറ്റ് LDF-ഉം, 2 സീറ്റ് ടൈറ്റ് മത്സരം നടക്കുന്നു. കോട്ടയത്ത് 9 സീറ്റിൽ 4 സീറ്റ് UDF, 2 സീറ്റ് LDF, 3 സീറ്റിൽ ടൈറ്റ് മത്സരം നടക്കുന്നു. ഇടുക്കിയിൽ 5 സീറ്റിൽ അതിൽ UDF-നും LDF-നും ഓരോ സീറ്റ്, ബാക്കി 3 സീറ്റിൽ ടൈറ്റ് മത്സരം നടക്കുന്നു. കൊല്ലത്ത് 2 സീറ്റ് UDF-ന്, 5 സീറ്റ് LDF-ന്, 4 സീറ്റിൽ ടൈറ്റ് മത്സരം നടക്കുന്നു. പിന്നെ പത്തനംതിട്ടയിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റും ടൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് 14 സീറ്റിൽ 3 സീറ്റ് UDF, 5 സീറ്റ് LDF, 7 സീറ്റിൽ ടൈറ്റ് മത്സരം നടക്കുന്നു. അപ്പം ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഏകദേശം നമ്മളൊരു 54 സീറ്റോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ, ടൈറ്റ് മത്സരം നടക്കുന്നു. അത് നമ്മൾ പകുതിയും ഭാഗം വെച്ച് എടുത്താൽ എന്തുണ്ടാവുന്നു, 2 ആൾക്കും തുല്യ അവസ്ഥയിൽ വരുന്നൊരു അവസ്ഥയുണ്ടെന്ന്. അതാണ് LDF-നും UDF-നും സാധ്യതയുള്ള അവസ്ഥ വരുന്നതിൻ്റെ കാരണം. പക്ഷെ ഇവിടെ നമ്മൾ BJP-യുടെ എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ, ഇപ്പം നമ്മൾ BJP-ക്ക് ശക്തിയുള്ള ഏരിയകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങളിലും BJP-ക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശക്തമായ മത്സരം നടക്കുമ്പോൾ അവിടെ 7 സീറ്റാണ് ഉള്ളത്. അപ്പോൾ BJP അവിടെ കൂടുതലായിട്ടും, അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ LDF-ന് അനുകൂലമുള്ള സ്ഥലങ്ങളിൽ BJP 14 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ, കാരണം നിലവിൽ ഒരു പക്ഷേ അവിടെ UDF-ന് സാധ്യത കുറവുള്ള ജില്ലയാണ്. ആ സാധ്യത കൊണ്ടാണ് അതിൻ്റെ ബേസിൽ എന്തെങ്കിലും UDF-ന് ഒരു സാധ്യത വരുമെന്ന് പറയാൻ കാരണം. ചാൻസ് ഉണ്ടെങ്കിൽ വരും. ഇതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലത്തിലും BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അവിടെ UDF-ന് ഒരു സാധ്യത ഇല്ലെന്ന്. അപ്പോൾ BJP-യുടെ മത്സരത്തിൻ്റെ മികവ് കൊണ്ട് UDF-ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു സാധ്യതയാണ് രണ്ടാമത്. പിന്നെ കൊല്ലത്തിൽ BJP 7 മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അവിടെ UDF-ന് നിലവിൽ 2 സീറ്റാണ് ഉള്ളൂ. ആ അവസ്ഥയിൽ ഒരു പക്ഷേ 7 സീറ്റിൽ നല്ല മത്സരം കാഴ്ച ചെയ്യുമ്പോൾ അവിടെയും UDF-ന് ഒരു അനുകൂല സാധ്യത വരുന്നു. ഇടുക്കിയിൽ BJP-ക്ക് കാര്യമായ മത്സരം ഇല്ല. കോട്ടയത്ത് 5 സീറ്റിൽ BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ UDF-ന് ഒരു 3 മണ്ഡലത്തിൽ ആർക്കും വ്യക്തമായിട്ട് മേധാവിത്വം ഇല്ലാത്തതുകൊണ്ട്
ഈ 5 മണ്ഡലത്തിൽ BJP നല്ല ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലും ഒരു ചെറിയൊരു സാധ്യത UDF വരാം. പിന്നെ ആലപ്പുഴ ജില്ലയിലെ UDF ഉറപ്പുള്ളത് ഒരു സീറ്റാണ്. അവിടെ LDF 6 സീറ്റ്, BJP 9 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ UDF അവിടെ ഉറപ്പുള്ള ഒരു സീറ്റുള്ളൂ. ഈ 9 മണ്ഡലത്തിൽ BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ലാഭം ഒരു പക്ഷേ UDF കിട്ടാം. പിന്നെ എറണാകുളം ജില്ലയിൽ BJP കാര്യമായിട്ടുള്ള ശക്തി കാണുന്നില്ല. ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ആ കൂടി ഒരു മത്സരമുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 എണ്ണത്തിലും BJPയുടെ ശക്തമായ മത്സരം ഉണ്ടെന്ന്. ഇവിടെ 6 സീറ്റാണ് LDF കിട്ടുന്നത്. 7 സീറ്റ് ആർക്കും കിട്ടാവുന്ന അവസ്ഥയുണ്ടെന്ന്. അവിടെ BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ UDF ഒരു സാധ്യതയില്ലാന്ന്. തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് പോലും അനുകൂലമുള്ള സാഹചര്യമില്ലാന്ന്. അവിടെയാണ് BJP മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ BJP 4 സീറ്റിൽ ശക്തമായ മത്സരം. ശരിക്കും LDF UDF മത്സരം നടക്കുന്നതിൻ്റെ ഇടയിലുള്ള 4 സീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയും എന്തുണ്ട്, ചിലപ്പോൾ LDF വോട്ടുകളിൽ നിന്ന് BJP പിടിക്കുകയാണെങ്കിൽ UDF അനുകൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മലപ്പുറത്ത് 2 സീറ്റിലാണ് BJP നന്നായിട്ട് മത്സരിക്കാൻ ചാൻസ്. ഈ 2 സീറ്റും LDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കോഴിക്കോട് 5 സീറ്റിലാണ് BJPക്ക് ഒരു മത്സര സാധ്യത. ഈ 5 സീറ്റും LDF അനുകൂലമുള്ള മണ്ഡലങ്ങളാണ്. അപ്പം അതുകൊണ്ട് BJP മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളും LDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ LDF വിജയത്തെ തടുക്കാൻ UDF കൂടുതൽ ശക്തി BJPക്കാണ്. അപ്പോൾ BJP പിടിക്കുന്ന വോട്ടുകളും LDF മെയിൻ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകളാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിഭാഗവും LDF നിന്ന്, കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരു 40% ന്യൂനപക്ഷ വോട്ട് കിട്ടിയിരുന്നത് അതൊരു 10% കുറഞ്ഞ് 30%ലേക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകളാണ് LDF കൂടുതൽ ഉന്നം വയ്ക്കുന്നത്. അതേ വോട്ടുകൾ തന്നെയാണ് BJPയും ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ BJPയും LDFും ഒരു പ്രത്യേക മണ്ഡലങ്ങളിൽ പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടിലേക്ക് കണ്ണ് നട്ടിരിക്കുമ്പോൾ LDFും BJPയും തമ്മിൽ ഒരു അന്തർധാര ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലാഭം കൊണ്ട് BJPക്ക് ഒരു സാധ്യത വരുന്ന അപ്പോൾ LDFും BJPയും തമ്മിലുള്ള ശക്തമായ മത്സരം നടക്കുമ്പോൾ UDF ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ചെറിയ മാർജിനിൽ UDF അങ്ങനെ ഒരു സാധ്യത മാത്രമാണ് UDF ഉള്ളത്. കാരണം UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ 19 മറ്റേ സീറ്റിൽ UDF എന്താ പറയുക 18 സീറ്റിൽ UDF ജയിച്ചു വന്നിട്ടും പല മണ്ഡലത്തിലും UDF വോട്ടുകൾ വർദ്ധിച്ചിട്ടില്ല. കാരണം LDF വോട്ടുകളിൽ നിന്ന് BJP പിടിച്ചതുകൊണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ LDF കുറവ് വന്നുകൊണ്ടും UDF നിലവിലുള്ള വോട്ട് വർദ്ധിക്കാതെ തന്നെ ജയം കിട്ടുകയാണ് ഉണ്ടായത്. അതുപോലെ LDF കാര്യമായിട്ട് വോട്ട് വർധന ഇല്ലെങ്കിലും LDF വോട്ടുകളിൽ നിന്ന് നമ്മൾ ഈ മേൽ പറഞ്ഞ ജില്ലകളിൽ നിന്ന് BJP വോട്ടുകൾ വളരെയധികം പിടിക്കുകയാണെങ്കിൽ UDF വോട്ട് വർദ്ധിക്കാതെ തന്നെ LDF വോട്ടുകൾ കുറയുകയും ചെയ്യുമ്പോൾ ആ ഒരു സാധ്യതയിൽ കൂടി UDF ഒരു സാധ്യത ഉണ്ടാവാം ഉള്ളൊരു ചാൻസ് മാത്രമാണ് ഞാൻ കാണുന്നതെന്നാണ് പറഞ്ഞത്. അല്ലാതെ LDF അനുകൂലമാണെന്നോ എന്താ പറയുക UDF മൈനസ് ആണെന്നോ ഒന്നല്ല ഉദ്ദേശിച്ചുള്ളത്. അല്ല, BJP എന്തായാലും സർവ്വശക്തിയും എടുത്ത് മത്സരിച്ച് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ വോട്ടുകളെക്കാളധികം ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്നാണ് പിടിക്കാൻ പോകുന്നത്. അത് ഭൂരിപക്ഷം വോട്ടുകൾ കാലകാലങ്ങളിൽ LDF അനുകൂലമായി നിന്നിരുന്ന വോട്ടുകളിൽ നിന്നാണ് പിടിക്കാൻ സാധ്യത. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അംഗീകരിക്കണമെന്നില്ല, കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് ശരിയായിട്ട് വിലയിരുത്തൽ പറ്റുള്ളൂ. ഇന്നലെ വളരെയധികം കമൻസുകൾ, അഭിപ്രായങ്ങൾ പലരും വിളിച്ചിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നതിൽ നമ്മൾ കടയിൽ ഇരുന്നിട്ടാണ് ഇത് പിടിക്കുന്നത്. പിന്നെ നമ്മൾ റീടേക്ക് ഒന്നും ഇല്ല, ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നാക്ക് പിഴകളൊക്കെ ഉണ്ടാവും.
അപ്പം നമ്മളൊരു കൗതുകം എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ഈ ചാനലുകാർ കുത്തക മാധ്യമങ്ങൾ, വൻകിട മാധ്യമങ്ങൾ വലിയ വലിയ സർവേകൾ നടത്തി വലിയ പ്രൊപ്പഗൻഡ അടിക്കുന്നുണ്ട്. നമ്മൾ അതിനെതിരെ ഒരു എന്താ പറയുക, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ.